നാലാം ഓണം ആരംഭിക്കുന്നതിലേക്കായി വേദിയിലേക്ക് ആദ്യമേ തന്നെ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട സൗഹൃദം പ്രസിഡന്റ് ശ്രീ CK ധനീഷ് സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം സൗഹൃദം സെക്രട്ടറി സ്നേഹബഹുമാനമുള്ള ശ്രീ സുധേഷ് സാറിനെ ക്ഷണിക്കുന്നു. സൗഹൃദം ട്രഷറർ ശ്രീ K സുമേഷ് സാറിനെ ക്ഷണിക്കുന്നു. സൗഹൃദത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുജിത് ബാബു സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ കലാ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി റവറൻ ഫാദർ റിജോ ചിറയത്ത് CMA അച്ഛനെ വേദിയിലേക്ക് സാദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കലാ സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനേക്കായി ശ്രീമതി സ്നേഹയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് നിൽക്കാം. ഹലോ. ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക, അഗ്നേഗതിക്കായി വിടുക, സന്മാർഗത്തൂടെ ഞങ്ങളെ ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവാ നീ, വഞ്ചനം ചെയ്യും മനസ്സ് ഞങ്ങളിൽ നിന്ന് മാറ്റുക. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോഭാഗം മഹത്തരം, അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോഭാഗം മഹത്തരം, നമോഭാഗം മഹത്തരം. എല്ലാവരും ഇരിക്കുക. നാലാം ഓണം 2018 കലാ സാംസ്കാരിക സന്ധ്യയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിനേക്കായി സൗഹൃദം എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുർജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ സൗഹൃദം കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. സൗഹൃദത്തിൻ്റെ നാലാം ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളുടെ ഈ സന്ധ്യ അത്യന്തം ആനന്ദകരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ അതിഥി റവറൻ ഫാദർ റിജോ ചിറയത്തിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദത്തിൻ്റെ നെടുന്തൂണായ നമ്മുടെ പ്രസിഡന്റ് ശ്രീമാൻ CK ധനീഷ് സാറിനും ഞാൻ സ്വാഗതം ആശംസിക്കാം. കൂടാതെ തത്തുല്യനായ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീമാൻ സുധേഷ് സാർ,
അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള സൗഹൃദം കമ്മിറ്റി മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിലുമൊക്കെ ഉപരി ഈ സായം സന്ധ്യ നല്ല രീതിയിൽ ആഘോഷിക്കാനും ആസ്വദിക്കാനും നിങ്ങളുടെ വിലപ്പെട്ട ഓരോ സമയവും മാറ്റിവെച്ച് ഈ വേദി ധന്യമാക്കാൻ എത്തിച്ചേർന്ന സൗഹൃദത്തിൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സൗഹൃദത്തിൻ്റെ പേരിലും അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ കലാ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറൻ ഫാദർ റിജോ ചിറയത്ത് CMA അച്ഛനെ ബഹുമാനിച്ച് പൊന്നാട അണിയിക്കുന്നതിലേക്കായി സൗഹൃദത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുജിത് ബാബു സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായ ഫാദർ റിജോ ചിറയത്ത് CMA അച്ഛന് ഒരു മെമൻഡോ നൽകി ആദരിക്കുന്നതിലേക്കായി നമ്മുടെ സൗഹൃദത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും സജീവ പ്രവർത്തകനുമായ ശ്രീ TR സജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമൻഡോ ഏറ്റുവാങ്ങുന്നതിലേക്കായി ഫാദറിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, അടുത്തതായി അധ്യക്ഷനെ നമ്മുടെ സൗഹൃദത്തിന്റെ പ്രസിഡന്റ് ശ്രീ CK ധനേഷ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിലേക്കായി ക്ഷണിക്കുകയാണ്. ഏവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ, സെക്രട്ടറി, മറ്റ് സൗഹൃദത്തിൻ്റെ വിശിഷ്ടാതിഥികളും സൗഹൃദത്തിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ഈ സൗഹൃദത്തിൻ്റെ 4ാം ഓണം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. വളരെ വേദനപ്പെട്ട ഒരു സമയത്തോടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളുടെ സൗഹൃദത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് എത്തിക്കണമെന്ന് ഈ ഒരു സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണം. നമ്മുടെ ഈ സൗഹൃദ സന്ധ്യ മരിച്ചുപോയ ശ്രീ ഉമ്പായി ചേട്ടനെ സമർപ്പിക്കണം സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ കൂടുതലായി സെക്രട്ടറിയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി എല്ലാവർക്കും നല്ലൊരു സന്ധ്യ നേരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ 4ാം ഓണം ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്ന വ്യക്തി ശ്രീ MC റോബിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനി, അതായത് MCR ടെക്സ്റ്റൈൽസ്, നമ്മുടെ കേരളത്തിലെ ദുരിതബാധിതർക്കായി 22 ലക്ഷം രൂപയുടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് കേരള മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങായിരുന്നു നാളെ. പക്ഷെ ആ ചടങ്ങ് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് CMന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വരികയും അതിനെ തുടർന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യസനപൂർവ്വം അറിയിക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് അതിന് പകരം കിട്ടിയത് അതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ശ്രീ റവറൻ ഫാദർ റിജോ ചിറയത്ത് ഉദയം സ്പെഷ്യൽ സ്കൂളിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഉദയം സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ മെന്റലി റിട്ടാർഡായ 30 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെയൊക്കെ
അവരുടെ കെയർ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാം, ഒരു കുട്ടി, ഒരു മെന്റലി റിട്ടാർഡായ കുട്ടിയെ കെയർ ചെയ്യണമെങ്കിൽ എത്രമാത്രം പാടുണ്ടെന്ന് നമുക്കറിയാം. അതേ സമയത്ത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് 30 കുട്ടികളെയാണ്. ആ ഒരു മനസ്സിനെ നമ്മൾ നമിച്ചേ പറ്റൂ. സാമൂഹ്യ സേവനത്തിന്റെ വലിയൊരു ഉദാഹരണമാണത്. അദ്ദേഹത്തെ ലഭിച്ചത് വളരെ ഭാഗ്യമായി കാണുന്നു. പിന്നെ നമ്മുടെ സൗഹൃദത്തെ പറ്റി, സൗഹൃദത്തിൻ്റെ 4ാമത്തെ ഓണാഘോഷമാണിത്. കഴിഞ്ഞ 3 വർഷമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ്, അതായത് ഞങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്കറിയാം, ഇന്ന് റെയിൽവേയിലെ ജോലി എന്ന് പറയുന്നത് വളരെ കടുപ്പമേറിയ ഒന്നാണ്. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റുകളിലായാലും ശരി, ഇത്രയും സ്ട്രെസ്സും സ്ട്രെയിനുമുള്ള ജോലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സ്ട്രെസ്സും സ്ട്രെയിനുമുള്ള ഒരു ജോലിക്കിടയിലാണ് ഞങ്ങൾ സമയം കണ്ടെത്തി ഈ ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അതൊരു വലിയ കാര്യമായിട്ടല്ല പറയുന്നത്, എന്നാലും ഞങ്ങൾക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം ഒരു റെയിൽവേ മലയാളികൾക്ക് തമ്മിൽ കാണാനും പരിചയപ്പെടാനും, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള റെയിൽവേ മലയാളികൾക്ക് തമ്മിൽ കാണാനും പരിചയപ്പെടാനും, അവരുടെ കുടുംബങ്ങൾക്ക് തമ്മിൽ അടുത്തറിയാനും, കുട്ടികൾക്ക് തമ്മിൽ അടുത്തറിയാനും, മലയാളം സംസാരിക്കാനും ഇത്തരം ഒരു പ്രോഗ്രാമും ഇത്തരം ഒരു കൂട്ടായ്മയും ആവശ്യമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കാലാവധി തീരുകയാണ്. ഇപ്പോൾ അടുത്ത സെപ്റ്റംബറിൽ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഇലക്ഷനാണ്. 3 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടത്തണമെന്നാണ്. ഈ അടുത്ത് വരുന്ന ഇലക്ഷനിൽ വരുന്ന ബോഡിയും ഭാരവാഹികളും വളരെ ഊർജത്തോട് തന്നെ ഇതിനെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില കോണുകളിൽ നിന്ന് അത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. ഈ കേരളത്തിൽ ഇത്രയധികം ജനങ്ങൾ വെള്ളപ്പൊക്കക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം പ്രോഗ്രാമുമായി മുന്നോട്ട് പോകണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും വന്നിരുന്നു. ഞങ്ങളുടെ മനസ്സിലും തോന്നിയതാണ്. പക്ഷേ നമ്മൾ ജൂലൈയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണിത്. ജൂലൈയിൽ ചെസ് ക്യാരംസ് ടൂർണമെൻറ്റ്, അത് കഴിഞ്ഞ് നമ്മുടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്, അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരം, അത് കഴിഞ്ഞ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും കഴിഞ്ഞാണ് നമ്മൾ ഈ കൾച്ചറൽ സന്ധ്യയിലേക്കും ഈ ഉത്സവ ദിനത്തിലേക്കും വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഒരു എൻഡിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മളത് ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു വളരെ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതിനാലാണ് ഞങ്ങൾ ഈ പരിപാടി മുൻ നിശ്ചയിച്ച പോലെ തന്നെ തുടരാം എന്ന് നിശ്ചയിച്ചത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു നിധി സമാഹരണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓരോരുത്തരും തന്നെ അതിൽ സംഭാവന ചെയ്യുകയും കേരളത്തിലെ കഷ്ടപ്പെടുന്ന, വെള്ളപ്പൊക്കം കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അത് എത്തിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുകയും ചെയ്യാമെന്ന ഒരു പ്രത്യാശയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മുടെ പ്രോഗ്രാം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി റവറൻഡ് ഫാദർ റിജോ ചെറിയത്തിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ മുഖ്യാതിഥിയോടൊപ്പം ഭദ്രദീപം തെളിയിക്കുന്നതിനായി ഇലക്ട്രിക് ലോക്കോ ഷെഡിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ശ്രീ നീലകണ്ഠൻ സാറിനെയും, ഇലക്ട്രിക് ലോക്കോ ഷെഡിലെ നമ്മുടെ സൗഹൃദത്തിൻ്റെ പ്രവർത്തകൻ ശ്രീ CN രാധാകൃഷ്ണൻ ചേട്ടനെയും, ഡീസൽ ലോക്കോ ഷെഡിലെ സീനിയർ ടെക്നീഷ്യൻ ശ്രീ PT ഡേവിസ് ചേട്ടനെയും, ഇലക്ട്രിക് ലോക്കോ ഷെഡിലെ സീനിയർ ടെക്നീഷ്യൻ ശ്രീ PT ഡേവിസ് ചേട്ടനെയും, ഡീസൽ ലോക്കോ ഷെഡിലെ സീനിയർ ടെക്നീഷ്യൻ ശ്രീ M മണി ചേട്ടനെയും, സൗഹൃദത്തിൻ്റെ വനിതാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ശാലിനി സജീവിനെയും, നമ്മുടെ സൗഹൃദത്തിൻ്റെ പ്രധാന പ്രവർത്തകനായ ശ്രീ
ശ്രീ ആർ അരുൺകുമാർ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി. നമ്മുടെ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിലേക്കായി നമ്മുടെ മുഖ്യാതിഥി റവറൻഡ് ഫാദർ റിജോ ചിറയത്ത് CMI അച്ഛനെ സദയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇത് ഇന്ന് കിട്ടിയ ഒരു പണിയാണ് എനിക്ക്. ഞാനിങ്ങനെ ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാബലി എന്ന വാക്കിൽ നിന്ന് തന്നെ അറിയാം, വലിയൊരു ത്യാഗത്തിൻ്റെ മൂർത്തിരൂപമാണ് മഹാബലി. ഞാനിന്ന് ഇങ്ങനെ പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളും അങ്ങനെ പലതും ഇങ്ങനൊരു പരിപാടി കിട്ടിയതിന് ശേഷം ഞാനിങ്ങനെ നോക്കി, നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെ ചെറുപ്പത്തിലെ ഒരു ഹിന്ദി ഒരു സീരിയൽ കണ്ട ഒരു ഓർമ്മയില്ല. വീട്ടിലായിരിക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെക്കുറിച്ചുള്ള അതിൽ പറയുന്നത് 5ാമത്തെ അവതാരമാണ് വാമനൻ. മനുഷ്യനായിട്ട് അവതരിക്കുന്ന ആദ്യത്തെ അവതാരമാണ്. അപ്പോൾ അതിലെ മഹാബലി, അതിലും പിന്നെ നമ്മൾ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും മഹാബലി അസൂരനാണെങ്കിലും നല്ലൊരു രാജാവായിരുന്നു. നമുക്കറിയാവുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥയാണ് പറയാനുള്ളത്. ഏത് ചരിത്രം എടുത്തു നോക്കിയാലും മഹാബലി നല്ലൊരു രാജാവായിരുന്നു, അസൂരനായ രാജാവായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് മഹാബലിയെ വാമനൻ, മഹാവിഷ്ണു പാതാളത്തിലേക്ക് താത്തി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ജഗതി ഒരു ഓണ ആഘോഷത്തിന് പ്രസംഗത്തിൽ പറഞ്ഞു, എത്ര നല്ലവനായാലും അവസാനത്തെ അവസ്ഥ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാബലിക്ക് പോലും ഈ അവസ്ഥയാണെങ്കിൽ നല്ലത് ചെയ്യുന്ന എല്ലാവർക്കും ഈ അവസ്ഥയായിരിക്കുമെന്ന് ജഗതി തമാശയിലൂടെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതുകൊണ്ട് മാത്രമല്ല, സ്വർലോകത്തിൻ്റെ ദേവന്മാരുടെ ഇന്ദ്രൻ മെയിനായിട്ട് ദേവലോകത്തിൻ്റെ രാജാവ് ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ വിഷമം കണ്ടിട്ടാണ് മഹാവിഷ്ണു വരുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇന്ദ്രൻ അതിക്ക് മുമ്പ് കൊന്നതാണ് മഹാബലിനെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ദ്രൻ യുദ്ധത്തിൽ മഹാബലിനെ കൊന്നതാണ്. മഹാബലിയുടെ ഗുരുവിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ച് വീണ്ടും മഹാബലി ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കും. ജീവൻ പ്രാപിച്ചതിന് ശേഷം മഹാബലി ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ പ്രാർത്ഥിച്ച് ബ്രഹ്മാവ് വന്ന് കടാക്ഷിക്കും. പ്രാർത്ഥന ഇതാണ്: ഇനി 3 ലോകത്തെയും ഭരിക്കുവാനുള്ള വരം നൽകണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ബ്രഹ്മാവ് വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ബ്രഹ്മാവിന് ഇതിന് ഏറ്റവും യോഗ്യൻ മഹാബലി തന്നെയാണെന്ന് കണ്ട് ആ അനുഗ്രഹം നൽകും.
നിനക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന്. അതിനുശേഷം ഇന്ദ്രനെ മഹാബലി കീഴടക്കും. അങ്ങനെ ഭൂലോകത്തിൻ്റെയും സ്വർലോകത്തിൻ്റെയും പാതാളത്തിൻ്റെയും, അതാന്ന് തോന്നുന്നു മൂന്നാമത്തെ ലോകം, എല്ലാത്തിൻ്റെയും അധികാരിയായിട്ട് മഹാബലി വരും. എന്നാൽ മഹാബലിക്ക് ഈ അധികാരം പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ യത്നം, ഒരു 100 യത്നം, അതിനൊരു പേര് പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ആർക്കെങ്കിലും അറിയൂ? ഒരു യത്നം, യാഗം, യത്നം, അത് ചെയ്യണം. അതിൻ്റെ അത് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു പറയുന്നതനുസരിച്ച് അത് ചെയ്യാൻ ആരംഭിക്കും. ഈ സമയത്ത് ഇന്ദ്രന് ഭയങ്കര വിഷമമാണ്. ഇന്ദ്രന് വിഷമം, മഹാബലി ഇന്ദ്രനെ തോൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളെല്ലാം പറയുന്നു ഇന്ദ്രനേക്കാളും നല്ല വ്യക്തി മഹാബലി തന്നെയാണ്, അതുകൊണ്ട് ഭരിക്കാൻ അർഹൻ മഹാബലി തന്നെയാണ്. ഇതും ഇന്ദ്രനെ കൂടുതൽ വിഷമിപ്പിച്ചു. ഇന്ദ്രന്റെ അമ്മയുടെ പേര് ആർക്കെങ്കിലും അറിയോ? ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. ഈ വിഷമിച്ചിരിക്കുന്ന ഇന്ദ്രനോട് ഇന്ദ്രന്റെ അമ്മ എന്താണ് വിഷമിക്കുന്നതിന് കാരണം, അത് ബലി തന്നെയാണ് കാരണമെന്ന് മനസ്സിലായി. പറയും, നീ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ നീ ഒരു നല്ല രാജാവായിരിക്കും, അല്ലെങ്കിൽ മഹാബലിയേക്കാൾ നന്നായി നിനക്ക് നല്ലവനാണെന്ന് നീ വരുത്തി തീർക്കും എങ്കിൽ നിനക്ക് തിരിച്ച് നിന്റെ ഈ സ്വർഗലോകം നിനക്ക് ഭരിക്കാൻ തരാൻ എന്ന് പറയും അമ്മ. അങ്ങനെ ഇന്ദ്രൻ അത് സമ്മതിക്കും. അങ്ങനെ പ്രാർത്ഥിക്കും. ഇന്ദ്രൻ്റെ അമ്മയാണ് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ ഇതിൽ പറയുന്നത്. ഇന്ദ്രൻ്റെ അമ്മ പ്രാർത്ഥിച്ച് വിഷ്ണു, മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടും. വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യം പറയുമ്പോൾ മഹാബലി അതിന് ഈ ഭരിക്കാൻ അർഹനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിഷ്ണു പറയുന്നത്. അപ്പോൾ പറയും, ഇതുവരെ ഒരു അസുരനും ഇതുപോലെ നല്ല വ്യക്തിയായിട്ട് ഇരുന്നിട്ടില്ല. ഇനി മഹാബലിക്ക് ശേഷം വരുന്ന ഒരു അസുരനും മഹാബലിയെ പോലെ ആവും എന്ന് അങ്ങേക്ക് ഉറപ്പ് തരാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഇന്ദ്രൻ്റെ അമ്മ മഹാബലിയോട് ചോദിക്കുന്നു. അപ്പോൾ വിഷ്ണുവിനൊരു ചെറിയ സംശയം അതിൽ വരും. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഈ പ്രാർത്ഥന കേട്ട് മഹാബലിനെ താഴ്ത്താൻ പോകുമ്പോഴും 99ാമത്തെ യത്നം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വാമനനായിട്ട്, ശരിക്ക് ഇന്ദ്രൻ്റെ അമ്മയും അപ്പനും തന്നെയാണ് വാമനനായ മഹാവിഷ്ണുവിൻ്റെ അമ്മയും അപ്പനും. അങ്ങനെ വന്ന് ഇങ്ങനെ 3 ബാക്കിയുള്ള കഥകൾ അറിയാം. 3 അടി സ്ഥലം ചോദിക്കുമ്പോൾ താക്കീത്, മഹാബലിയുടെ ഗുരു താക്കീത് നൽകും. ഇത് വിഷ്ണുവാണ്, നിന്നെ അപായപ്പെടുന്നത്, നിന്റെ ശത്രുപക്ഷത്ത് നിന്നാണ് മഹാവിഷ്ണു വരുന്നത് എന്നെല്ലാം പറയും. പക്ഷേ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു മഹാബലി. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു ആണ് എന്ന് കേട്ടതിൻ്റെ അപ്പുറം ഗുരു പറഞ്ഞ ഒന്നും തന്നെ മഹാബലി കേട്ടില്ല എന്നാണ് പറയുന്നത്. ചെന്ന് അവൻ്റെ ആഗ്രഹമനുസരിച്ച്, മഹാവിഷ്ണുവിൻ്റെ ആഗ്രഹമനുസരിച്ച് 3 അടി സ്ഥലം നൽകുന്നു. അങ്ങനെ പാതാളത്തിലേക്ക് പോകുന്നു. ഇടയിലുള്ള കഥ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇതിന് ശേഷം പറയുന്നത് മഹാവിഷ്ണുവിന് ഭയങ്കര ഒരു കുറ്റബോധമുണ്ടായി എന്ന് പറയുന്നത്. ശരിക്ക് ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു കുറ്റബോധം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാതാളത്തിൽ പോയിട്ട്, നമുക്കറിയാം ഒരാൾക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ എവിടെ ചെന്നാലും ആ സ്വഭാവമേ കാണിക്കൂ. നമ്മൾ നല്ലൊരു വ്യക്തിയായിരുന്നാൽ എല്ലാ സ്ഥലത്തും പോയി നല്ലത് നമ്മൾ പ്രവർത്തിക്കൂ. മഹാബലി പാതാളത്തിൽ പോയി അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു പോയിട്ട് നാട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ നല്ലൊരു രാജ്യം, അദ്ദേഹത്തിൻ്റെ രാജ്യം അവിടെ കെട്ടിപ്പിടിക്കുക എന്നാണ് പറയുന്നത്. അതിനായി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് കുറ്റബോധത്തിൽ മഹാവിഷ്ണു അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതിന് ഞാൻ നിന്നെ സഹായിക്കാം, ഇവിടെ ഒരു നിനക്ക് നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ സഹായിക്കാം, നിന്റെ വാച്ച്മാനായിട്ട്, നിന്റെ കാവൽക്കാരനായിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും.
മഹാബലി അത് സമ്മതിച്ചു. അങ്ങനെ വാച്ച്മാനായി, കാവൽക്കാരനായി, നിന്നെ യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിക്കാൻ മഹാബലിയുടെ കൂടെ മഹാവിഷ്ണു ഉണ്ടായി എന്ന് പറയുന്നു. ബൈബിളിൽ ഒരു വചനമുണ്ട്, സങ്കീർത്തനം 121:5. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. നല്ലത് ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ കാവൽക്കാരനായിട്ട് ദൈവമുണ്ട്. ആ ഒരു ചിന്ത ഇതിലുണ്ട്. ദേവലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ എല്ലാവിധ സുഭിക്ഷങ്ങളും എല്ലാവിധ സുഖസൗകര്യങ്ങളും വിട്ട് മഹാവിഷ്ണു മഹാബലിയെ സേവിക്കാൻ വന്നു. അങ്ങനെ വന്നപ്പോൾ മഹാലക്ഷ്മി പാതാളത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. പാതാളത്തിൽ വന്ന് മഹാലക്ഷ്മി പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ കാണാനില്ല, അവനെ തേടി വന്നതാണ്, അപ്പം അതിന് സഹായിക്കണമെന്ന് പറഞ്ഞ് മഹാബലിയുടെ കൂടെ മഹാലക്ഷ്മിയും വന്ന് താമസിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മഹാലക്ഷ്മി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മഹാബലി ഇങ്ങനെ കാണുകയാണ്. അപ്പം എന്താണ് നീ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. മഹാബലിയോടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കെങ്ങനെയാണ് നിൻ്റെ ഭർത്താവിനെ തിരിച്ചു തരാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് മാത്രമേ എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരാൻ പറ്റുള്ളൂ. അങ്ങയുടെ കാവൽക്കാരനായി, വാച്ച്മാനായി അവിടെ നിൽക്കുന്ന അതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെ തീർച്ചയായും നിനക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്വരൂപം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമായി അവർ മാറി. അപ്പോൾ ആണ് മഹാബലി അവരെ കുമ്പിട്ട് വണങ്ങുകയും, അപ്പോൾ മഹാബലിയോട് മഹാബലി വളരെയധികം സന്തോഷിക്കുക. എന്താണ്, ഇത്രയധികം കാലം മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും സാന്നിധ്യത്തിൽ വസിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം. അതുമാത്രമല്ല, പോകുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു അനുഗ്രഹമുണ്ട്, നന്മയും ചെയ്ത് നല്ലവനായിരിക്കുന്ന അങ്ങേപ്പോലുള്ള എല്ലാവരുടെയും കൂടെ ഞങ്ങളെപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. നല്ലത് ചെയ്യുന്ന ഒരുവന് എന്തായാലും കഷ്ടങ്ങൾ ഉണ്ടാകും, അതിൽ ഒരു ഡൗട്ടുമില്ല. ഓണത്തിന് നമുക്കെല്ലാവർക്കും തീർച്ചയായും ഇന്ന് കേരളം വളരെയധികം കഷ്ടപ്പാടിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. തീർച്ചയായും മഹാബലി നമുക്ക് സന്തോഷവും സമാധാനവും നന്മയും സുഖവും മാത്രമല്ല, സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാം നൽകുന്നുണ്ട്. കാരണം അതിലൂടെ മാത്രമേ നമ്മളൊരു നല്ല വ്യക്തിയായി നല്ലവനായി മാറുകയുള്ളൂ. എന്നാൽ നമ്മൾ നല്ലവരായി മാറുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സഹനങ്ങൾ ഏറ്റെടുക്കുന്ന നല്ലവരായി മാറട്ടെ. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസകൾ. വളരെ അർത്ഥവത്തായ ഒരു പ്രഭാഷണമാണ് റവറൻ ഫാദർ നമുക്ക് സമ്മാനിച്ചത്. നന്ദി സർ. കേരളത്തിനൊരു കൈത്താങ്ങ് എന്ന ആശയത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ സമാഹരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പദ്ധതിയിലേക്ക് അത് ഉദ്ഘാടനം ചെയ്യാനായി ഒരു എമൗണ്ട് സൗഹൃദത്തിൻ്റെ ട്രഷറിയെ ഏൽപ്പിച്ചുകൊണ്ട് റവറൻ ഫാദർ
ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തെ അതിന് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ട്രഷറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മാത്രമാണ്. എല്ലാ സുഹൃത്തുക്കളും കോൺട്രിബ്യൂഷൻ പോയിന്റിൽ അവരവരുടെ കോൺട്രിബ്യൂഷൻ ഏൽപ്പിക്കണമെന്ന്, നമ്മുടെ കേരളത്തിനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവരവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ പോയിന്റിൽ, ഹാളിന് പുറത്തായി ഒരു കോൺട്രിബ്യൂഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്, അവിടെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ വി മധുവിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ അധ്യക്ഷൻ സുധീഷ് സാർ, ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച റവറൻഡ് ഫാദർ റിജോ അവറുകളെ, കൂടാതെ വേദിയിലിരിക്കുന്ന നമ്മുടെ സൗഹൃദത്തിൻ്റെ സുധീഷ് സാറ്, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സൗഹൃദ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയൊരു പ്രസംഗത്തിനുള്ള വേദിയല്ല, എൻ്റെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങളിരിക്കുന്നത് എന്നെനിക്കറിയാം. ഞാനൊരു പ്രാസംഗികനുമല്ല. ആശംസയ്ക്കായി ക്ഷണിച്ചപ്പോൾ തീർച്ചയായും 2 വാക്ക് പറയാതിരിക്കുന്നത് മോശമാണ്. ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. ആ ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത് സന്തോഷത്തിൻ്റെ ആഘോഷമാണ്, ഒത്തുചേരലിൻ്റെ ആഘോഷമാണ്. കേരളത്തിന് പുറത്തുള്ള നമ്മൾ മലയാളികൾക്ക് അതൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയാണ്. ഈ ഓണാഘോഷം ഇപ്പോൾ നടക്കുമ്പോൾ നമ്മൾ അത്ര സന്തോഷത്തിലല്ല കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളം മൊത്തം ഒരു കാലവർഷക്കെടുതിയിൽപ്പെട്ട് എല്ലാവരും നട്ടം തിരിയുന്ന ഒരു സന്ദർഭത്തിൽ അതിനുവേണ്ടി ഒരു കൈത്താങ്ങ് കൊടുക്കാൻ തീരുമാനിച്ച സൗഹൃദം കമ്മിറ്റിയുടെ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന തമിഴകത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അതുതന്നെയാണ്. തമിഴകത്തിൻ്റെ അമ്മ ജയലളിത നമ്മെ വിട്ടുപിരിഞ്ഞത് ഈ കാലയളവിലാണ്. അതേമാതിരി തമിഴകത്തിൻ്റെ കലൈഞ്ചർ കരുണാനിധി അവർകൾ നമ്മെ വിട്ടുപിരിഞ്ഞത് തൊട്ടടുത്ത ദിവസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലല്ല. അപ്പോൾ കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവർക്കും ഈ പറഞ്ഞ നേതാക്കൾക്കും ഇതല്ലാതെ ഇപ്പോൾ സോമനാഥ് ചാറ്റർജി, അതെല്ലാം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല എങ്കിൽ പോലും ഈ കലവളയിൽ മരിച്ചു പോയ എല്ലാവർക്കും ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ എന്നെ പ്രസംഗത്തിൽ ക്ഷണിച്ചപ്പോൾ ഞാൻ സുധി സാറിനോട് പറഞ്ഞത്, സാറേ ഞാൻ ഇതിനകത്തൊന്നും വലിയ കാര്യമായി പ്രവർത്തിക്കുന്നില്ല, കാരണം നമ്മുടെ ജോലിയുടെ രീതി അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ സജീവമായി പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാ ഓണാഘോഷ പരിപാടികളിലും എൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കുള്ളിൽ തന്നെ നമ്മൾ ആശംസ പറയുക എന്നത് ആക്ച്വലി ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിൽ കൂടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി മധുചേട്ടാ. അടുത്തതായി ഈ കലാ സാംസ്കാരിക സന്ധ്യയുടെ പൊതുയോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിലേക്കായി സൗഹൃദത്തിൻ്റെ
എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ AN ഗിരീഷ് അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥി, മറ്റ് സൗഹൃദം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, ഒപ്പം ഓണാശംസകളും. സൗഹൃദം എന്ന നമ്മുടെ ഈ കൂട്ടായ്മ 2015 ഓണാഘോഷത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. മലയാളികൾ എവിടെയാണെങ്കിലും, ലോകത്തെവിടെയാണെങ്കിലും ഭേദഭാവങ്ങളില്ലാതെ ഒത്തൊരുമിച്ച് കൂടി എന്നും ഗൃഹാതുരത്വത്തോടെ ആഘോഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഇവിടെ അതിനുവേണ്ടി നമ്മളൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന 3 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ 4ാമത് ഓണാഘോഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മൾ പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ രക്തദാന ക്യാമ്പും അങ്ങനെ പല പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു ചെറിയ വിഭാഗം മാത്രമേ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന കാലങ്ങളിലെങ്കിലും നമ്മളെല്ലാവരും ഒരു മനസ്സോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയായ കൃതജ്ഞതയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കൃതജ്ഞത പറയാനുള്ളത് നമ്മുടെ വിശിഷ്ട വ്യക്തി, മുഖ്യാതിഥി റവറൽ ഫാദർ റിജോ ചിറയത്ത് CMAക്കാണ്. അദ്ദേഹം നല്ലൊരു പ്രഭാഷണം നടത്തി നന്മ ചെയ്യുന്നവർക്ക് എന്നും ദൈവ കൃപയുണ്ടാകുമെന്ന് നമ്മളെ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഇന്ന് നമ്മുടെ ഈ കലാസന്ധ്യ ധന്യമാക്കി തീർത്തു. അദ്ദേഹത്തിന് ഓരോ സൗഹൃദം കുടുംബാംഗങ്ങളുടെയും പേരിൽ ഞാൻ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ കലാസന്ധ്യ ഒരു മഹനീയ വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഓരോ സൗഹൃദം കുടുംബാംഗങ്ങൾക്കും സൗഹൃദം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കലാസന്ധ്യ അല്ലെങ്കിൽ ഈ ഓണാഘോഷ പരിപാടികൾ ഈ രീതിയിൽ ഇന്നിവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ സൗഹൃദത്തിൽ. സൗഹൃദത്തിൻ്റെ നെടുംതൂണുകളായ അല്ലെങ്കിൽ സൗഹൃദത്തിനെ ഈ ഓണാഘോഷം ഈ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും സൗഹൃദം കുടുംബാംഗങ്ങളുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിപ്പിക്കുന്നതിനേക്കായി അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ സമാപിക്കുകയാണ്. സ്റ്റേജ് കലാസന്ധ്യയ്ക്കായി വിട്ടു നൽകുന്നു. നന്ദി, നമസ്കാരം. കണ്ണ
പട്ടപ്പകൽ പോലെരിയുടെ തിക്കെ നോക്കി എനിരുപുരുവം നെരിയുടെ തെളിந்த നിലവ് പട്ടപ്പകൽ പോലെരിയുടെ തിക്കെ നോക്കി ഉരുവം നെരിയുടെ കനിந்த ഉൻ വേണുഗാനം കാറ്റിൽ വരുകുതേ കനിந்த ഉൻ വേണുഗാനം കാറ്റിൽ വരുകുതേ കൺകൾ ചൊരുകി ഒരു വിധമായി തെരിയുതേ കൺകൾ ചൊരുകി ഒരു വിധമായി തെരിയുതേ ഗതിത്ത മനത്തെ പദത്തെ ഇരുത്തി എനക്ക് അണൈത്ത് മകിത്തവ ഒരു തനിത്ത മനത്തിൽ എനക്ക് അണൈത്ത് ഉണർത്തി കൊടുത്ത് മകിതവ ഗതിത്ത മനത്തെ പദത്തെ ഇരുത്തി എനക്ക് അണൈത്ത് മകിത്തവ ഒരു തനിത്ത മനത്തിൽ എനക്ക് അണൈത്ത് ഉണർത്തി കൊടുത്ത് മകിതവ കണക്കടലനിയിൽ കതിരവനൊളിയണ ഇണയിരു കടലിന് അരയ്ക്കവ കടലനിയിൽ കതിരവനൊളിയണ ഇണയിരു കടലിന് അരയ്ക്കവ കതറി മനമുറുകിന നരയ്ക്കവോ ഇതന മാതരുടൻ നീ കളിക്കവോ കതറി മനമുറുകിന നരയ്ക്കവോ ഇതന മാതരുടൻ നീ കളിക്കവോ ഇതു തകുമോ ഇതു മുറയോ ഇതു ധർമ്മം താനോ കുഴലൂതിടും പൊഴുതാടിടും പുഴകൾ പോലവേ മനത് വേദന വിടമുറും ഇതു തകുമോ ഇതു മുറയോ ഇതു ധർമ്മം താനോ കുഴലൂതിടും പൊഴുതാടിടും പുഴകൾ പോലവേ മനത് വേദന വിടമുറും അലൈപ്പായുതേ കണ്ണാ കണ്ണ 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 നന്ദി സഫ്ന. അടുത്തതായി ഒരു കരോക്കെ ഗാനം, ഒരു ഓണഗാനം, ഓണപ്പാട്ട് ആലപിക്കുന്നതിനേക്കായി സൗഹൃദത്തിന്റെ അനശ്വര ഗായകൻ ശ്രീ ശശികുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ 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 എല്ലാവർക്കും ഓണാശംസകൾ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുയിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുയിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ
ഓണത്താറാടി വരുന്നേ. പൂന്നുള്ളിക്കുമ്പാള കുമ്പിൽ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു. പൂന്നുള്ളിക്കുമ്പാള കുമ്പിൽ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു. പാമ്പൂ മണവും കുളിരും വാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിതകളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു. വെള്ളരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി മുയിലാരപ്പട്ട് ചുറ്റി. ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ, പാഴരുളും പാടലമാം കതിരു കവിഞ്ഞേ. നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ, പാഴിരുളും പാടലമാം കതിരു കവിഞ്ഞേ. കാലിക്കുടമണികളിലെ കേളി പൊതിഞ്ഞ്, അറിയാതൊരു പനിനീരിലെ മഞ്ഞു പൊഴിഞ്ഞ് മഞ്ഞു പൊഴിഞ്ഞ്. വെള്ളരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി. ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി. ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. താങ്ക് യു. നന്ദി ശശിയേട്ട, മനോഹരമായ ഗാനം. അടുത്തതായി ഒരു ഡാൻസ്, ഒരു ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിക്കുന്നതിലേക്കായി അൻവിത സുജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രോഗ്രാമിന് റെഡിയായിട്ടുള്ള എല്ലാവരും വേദിയുടെ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Drum, dum da, drum da, dhalam, kutak tak da 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 drum da ka drum da, takita da 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 drum da drum da 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 drum da 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 drum da takita da 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 tagita da danasta da drunata da dimista da da drum da da nam da da rum da ga dim takita da da dim da takita da da drum dim da 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 drum
നം തത്ത ജം തം തക്കിട്ട ധന തത തങ്കിടത്തിക്ക് തരികിടത്തിക്ക് ദിം തരികിടത്തിക്ക് ത ജം ദിം തക്ക തക്കിട ജം ജം തക്കിട തക്ക ജം ത ജം ജം തക്കിട്ട ത ജം കിടത്തിക്ക് തരികിടത്തിക്ക് ത ജം തരിത്ത ത തരിത്ത ത തടണ തരിത്ത ത തരിത്ത ത തരികിടത്തിക്ക് തരിത്ത ത ധന തത ജം തരിത്ത ധന തത തങ്കിടത്തിക്ക് തരികിടത്തിക്ക് ത തരികിടത്തിക്ക് ത ജം ദിം തത്ത ജം നം തക്ക തക്കിട ജം ത ദിം തൊം നം തത തങ്കിടത്തിക്ക് തരികിടത്തിക്ക് ത ദിത്ത ധന തത ധന തത തരികിടത്തിക്ക് ധന തത ധന തത ദിം തരിത്ത ത ധന തത തരിത്ത ധന ധന തത തങ്കിടത്തിക്ക് തരികിടത്തിക്ക് ത യത്ത തദിം തരികിടത്തിക്ക് ത തദിം തരികിടത്തിക്ക് ത തദിം തരികിടത്തിക്ക് ത തദിം തരികിടത്തിക്ക് ത ജം തരികിടത്തിക്ക് ത തങ്കിടത്തിക്ക് തരികിടത്തിക്ക് ദിം